വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ക്ലാസ് 10th വിച്ച് ഇസ് ഒത്തിരി ലെങ്തി ചാപ്റ്ററാണ് വിച്ച് ഇസ് ലൈഫ് പ്രോസസ്സസ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിതൗട്ട് എനി ഫർദർ അഡ്യൂ. ഓൾസോ ഈ ചാപ്റ്റർ ഞാൻ പാർട്ട് വൈസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇത് ഒത്തിരി ലെങ്തി ചാപ്റ്റർ ഒറ്റ വീഡിയോയിൽ പറ്റത്തില്ല. അപ്പോൾ ഞാനിത് ഓരോരോ പാർട്ട് ലൈക്ക് ഇവിടുന്ന് ഈ ഒരു പാര ഇവിടം വരെ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കും. എന്നിട്ട് ഇവിടെ വാട്ട് ആർ ലൈഫ് പ്രോസസ്സസ് ഈ പാര ഞാൻ നെക്സ്റ്റ് വീഡിയോ പാർട്ടിൽ ഞാൻ പഠിപ്പിക്കും. ഓക്കെ, സോ പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കാം. സോ യു ഓൾ വിൽ ബി ഏബിൾ ടു വാച്ച് ഇറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ഈ പാർട്ട് തൊട്ട് ഈ ഒരു പാർട്ടിൽ ഇത് ഞാനിപ്പോൾ കവർ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരു പട്ടി, ഡോഗ്, പിന്നെ കൗ, പിന്നെ മാൻ. ഓക്കെ, ഇവർ 3 പേരും നിങ്ങൾ കണ്ടെന്ന് ഓർത്തോ. റോഡിൽ ഇങ്ങനെ നടക്കുക നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? ഈ ഡോഗില്ലേ, ഈ ഡോഗ് ഇങ്ങോട്ടും അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം യെസ് ഇതിന് ജീവനുണ്ട്. ഈ കൗ ഗ്രാസ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാം യെസ് ഇതിനും ജീവനുണ്ട്. പിന്നെ ഈ മനുഷ്യനും ഒത്തിരി ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ മനുഷ്യനും ജീവനുണ്ടെന്ന്. ബട്ട് സപ്പോസ് ഇവർ 3 പേരും കിടന്ന് ഉറങ്ങുക. അപ്പോൾ നമ്മൾ എങ്ങനെ അറിയാം ഇവർക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന്? നമ്മൾ അവരുടെ എടുത്ത് പോയിട്ട് നോക്കും അവർ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവർ ശ്വാസം എടുത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അവർ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവനുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് ജീവനില്ല. ഇങ്ങനെയാണ് നമ്മളത് ഒബ്സർവ് ചെയ്യുന്നത്, റൈറ്റ്? പക്ഷെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് അബൌട്ട് പ്ലാന്റ്സ്? ഓക്കെ, പ്ലാന്റ്സ് എങ്ങനെ നമ്മൾ അറിയും പ്ലാന്റ്സിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന്? ഹൗ ഡു വി നോ ദറ്റ് ദേ ആർ അലൈവ്? പ്ലാന്റ്സിന് ജീവനുണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെ അറിയും? വി സീ ദം ഗ്രീൻ. നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഗ്രീൻ കളറുണ്ട്. സം ഓഫ് us will say. നമ്മൾ ചിലവർ പറയും അവർക്ക് ഗ്രീൻ കളറുണ്ട് അപ്പോൾ അവർ അലൈവ് ആണെന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ അതൊരു റൈറ്റ് ജഡ്ജ്മെൻറ്റ് അല്ല. ബിക്കോസ് ദർ ആർ സോ മെനി പ്ലാന്റ്സ്, വേറെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് which have leaves which are not green. ഓക്കെ, ഗ്രീൻ കളർ അല്ല വേറെ കളർ ആയിട്ടുള്ള ലീവ്സ് ഉള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഗ്രീൻ കളർ കനോട്ട് ബി എ ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, പിന്നെ സെക്കൻഡ് റീസൺ ഇതാകാൻ പറയുന്നത് കി ദേ ഗ്രോ ഓവർ ടൈം, സോ വി നോ ദറ്റ് ദർ അലൈവ്. സം വിൽ സേ, ചിലവർ പറയും അവർ ടൈം 1 month 2 month 3 month ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഗ്രോ ആയിക്കൊണ്ടിരിക്കും, അവർ ടോൾ ആയിക്കൊണ്ടിരിക്കും, ലീവ്സ് വരും, ഇത് വരും, അത് വരും. അപ്പോൾ നമുക്കറിയാം അതിന് ജീവനുണ്ടെന്ന്. ഓക്കെ, സോ ഇൻ അതർ വേർഡ്സ് വി ടെൻഡ് ടു തിങ്ക് ഓഫ് സം സോർട്ട് ഓഫ് മൂവ്മെൻറ്റ് ഐദർ ഗ്രോത്ത് റിലേറ്റഡ് ഓർ നോട്ട് ആസ് കോമൺ എവിഡൻസ് ഫോർ ബീങ് അലൈവ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെപ്പോഴും മൂവ്മെൻറ്റ് നോക്കും. ഒരു ജന്തു ജീവനുണ്ടോ ഇല്ലയോ അത് നോക്കാൻ വേണ്ടി നമ്മളെപ്പോഴും അതിൽ അനക്കം നോക്കും. അതിനൊരു അനക്കം ഉണ്ടെങ്കിൽ അതിന് ജീവനുണ്ട്, അനക്കമില്ലെങ്കിൽ അതിന് ജീവനില്ല. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വി ടെൻ ടു തിങ്ക് ഓഫ് സം സോർട്ട് ഓഫ് മൂവ്മെൻറ്റ്, ഓക്കെ, ഐദർ ഗ്രോത്ത് റിലേറ്റഡ് ഓർ നോട്ട് ആസ് കോമൺ എവിഡൻസ് ഫോർ ബീങ് അലൈവ്. But a plant that is not visibly growing is still alive, and some animals can breathe without visible movement. So using visible movement as the defining characteristic of life is not enough. Okay, പക്ഷെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഇതാ ഈ ചില പ്ലാന്റ്സ് ഉണ്ട്. ഒരു പ്ലാന്റ് വിസിബിൾ ഗ്രോയിങ്, ഓക്കെ, നമ്മൾ കണ്ട് നമുക്ക് വിസിബിളി അത് ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് കാണേണ്ട ആവശ്യമില്ല, പക്ഷെങ്കിൽ അത് ഗ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ചില ആനിമൽസ് ബ്രീത് ചെയ്യുന്നത് നമുക്ക് കാണത്തില്ല, പക്ഷേ അത് സ്റ്റിൽ അതിന് ജീവനുണ്ട്. ഓക്കെ, സോ ഇതിൽ പറഞ്ഞേക്കുന്നത് ജസ്റ്റ് അതിന് അനക്കം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി നമ്മളൊരു ഓർഗാനിസമിനെ ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കതിനെ അറിയാൻ പറ്റത്തില്ല. അതാണ് ഈ പാരയിൽ. Movements of over very small scales will be invisible to the naked eye. Movements of molecules, for example. Okay, ഇതിൻ്റെ മീനിങ് ആണ് മൂവ്മെൻറ്റ്സ്. ചെറിയൊരു മൂവ്മെൻറ്റ് ഇല്ലേ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്കില്ലേ സ്നെയിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കാവേ. സ്നെയിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ അത് ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും, റൈറ്റ്? അപ്പോൾ ആ മൂവ് ചെയ്തേക്കുന്നില്ല, ചില സമയത്ത് നമുക്ക് കാണത്തില്ല എത്ര മൂവ്മെൻറ്റ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തെന്ന്, റൈറ്റ്? സോ മൂവ്മെൻറ്റ്സ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂവ്മെൻറ്റ്സ് ഓവർ വെരി സ്മോൾ സ്കെയിൽ. ഒത്തിരി സ്മോൾ സ്കെയിൽ മൂവ്മെൻറ്റ് ആണെങ്കിൽ നമുക്കത് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ മോളിക്യൂൾസ് കുഞ്ഞു മോളിക്യൂൾസ് ഇല്ലേ, മോളിക്യൂൾസ് ഒത്തിരി കുഞ്ഞിതാണ്. സോ അതിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റത്തില്ല നേക്കഡ് ആയിക്കൊണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ. Is this invisible molecular movement necessary for life? If we ask this question to professional biologists, they will say yes. In fact, viruses do not show any molecular movement in them until they infect some cell, and that is partly why there is a controversy about whether they are truly alive or not. ഈ സ്മോൾ ഇൻവിസിബിൾ മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ഇല്ലേ, അത് നമുക്ക് നെസസറി ആണോ? ഇതെന്താ ഇമ്പോർട്ടൻ്റ് ആണോ ഇതറിയാൻ? ആ ഒരു ജന്തു ആ ഒരു ഓർഗാനിസമിന് ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഈ ഇൻവിസിബിൾ മോളിക്കുലർ മൂവ്മെൻറ്റ് വരെ നോക്കാൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണോ ഇത്? ഇങ്ങനെ ചോദിച്ചാൽ അത് നമ്മളൊരു ബയോളജിസ്റ്റിനോട് ചോദിച്ചാലേ അവർ പറയും യെസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വൈറസ് നമുക്കെല്ലാം അറിയാം. വൈറസ് ഇല്ലേ, കൊറോണ വൈറസ്, ഈ വൈറസ്, അത് വൈറസ്. ഈ വൈറസുകൾ ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല സയൻറ്റിസ്റ്റിന്. ബിക്കോസ് ഇവർ ഒരു മൂവ്മെൻറ്റും കാണിക്കാറില്ല. ഇവർ ഒരു ഓർഗാനിസത്തിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ ഒരു മൂവ്മെൻറ്റ് കാണിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ആർക്കും അറിയത്തില്ല ഈ വൈറസിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന്. സോ ബിക്കോസ് വൈറസ് ഒരു മൂവ്മെൻറ്റും കാണിക്കുന്നില്ല. സോ മൂവ്മെൻറ്റ് ഒത്തിരി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഒരു ഓർഗാനിസമിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. വൈ ആർ മോളിക്കുലർ മൂവ്മെൻറ്റ്സ് നീഡഡ് ഫോർ ലൈഫ്? ഈ മോളിക്കുലർ മൂവ്മെൻറ്റ്സ് അല്ലേ, നമ്മുടെ ബോഡിക്കകത്തും ഒത്തിരി മോളിക്കുലർ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഈ മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ലൈഫ് നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ? ലെറ്റ് us see. We have seen in earlier classes that living organisms are well-organized structures. They can have tissues have cells, small components in them, and so on. Because of the effects of the environment, this organized, ordered nature of living structures is very likely to keep breaking down over time. If all breaks down, the organism will no longer be alive. So living creatures must keep preparing and maintaining their structures. Since all these structures are made up of molecules, they must move molecules around all. ഓക്കെ, സോ നമ്മൾ ഏർലിയർ കുഞ്ഞു ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ലിവിങ് ഓർഗാനിസമിൽ അവരൊക്കെ ഒത്തിരി ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. നമ്മുടെ ബോഡിക്കകത്തും ഒത്തിരി ഓർഗനൈസ്ഡ് വേയിലാണ് എല്ലാ ഓർഗൻസൊക്കെ ഫിറ്റ് ആയിട്ടിരിക്കുന്നത്, റൈറ്റ്? സോ ലിവിങ് ഓർഗാനിസം ഒത്തിരി ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സാണ്. അവരുടെ കയ്യിൽ ടിഷ്യൂ ഉണ്ട്,
ടിഷ്യൂൻ്റെ അകത്ത് ഒത്തിരി സെൽസ് ഉണ്ട്, സെൽസിൻ്റെ അകത്ത് ഇനിയും കുഞ്ഞു കുഞ്ഞു പാർട്സ് ഉണ്ട്, സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുക. ബട്ട് എൻവയൺമെൻറ്റ്, നമ്മുടെ എൻവയൺമെൻറ്റ് നടക്കുന്ന ചില എഫക്ട്സും കൊണ്ട് ഈ മോളിക്യൂൾസ് ചിലപ്പോൾ ഒക്കെ ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, ഈ മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് റിപ്പയർ ആയില്ലെങ്കിലാണ് ഒരു മനുഷ്യന് ഇൻഫെക്ഷൻസ് ഇത് അത് ഒക്കെ സംഭവിക്കും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസമിന് ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ബ്രേക്ക് ഡൗൺ ആവും, ചിലപ്പം ബ്രേക്ക് ഡൗൺ ആയിട്ട് പിന്നെ അവർക്ക് ഓർഗനൈസ് ചെയ്യേണ്ടി വരും. ठीक है, അവരവരെ ഓർഗനൈസ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലിവിങ് ഓർഗാനിസം. ഈ മോളിക്യുലർ ഇൻവിസിബിൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ ജോ ലിവിങ് ഓർഗാനിസം ഇല്ലേ അത് എൻവയൺമെൻറ്റ് എഫക്ട്സും കൊണ്ട് ഒത്തിരി പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആവും, അവർക്ക് പിന്നെയും പിന്നെ അത് റിപ്പയർ ചെയ്യണം. അങ്ങനെയാണ് ലൈഫ് ഇവോൾവ് ആകുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വിത്ത് ദിസ് വി ആർ എൻഡിങ് ദിസ് ഹോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഈ ഇൻട്രൊഡക്ഷൻ ഫുള്ള് കഴിഞ്ഞു. ഫോർ ദ നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഇതാണ് കവർ ചെയ്യുന്നത്, വാട്ട് ആർ ലൈഫ് പ്രോസസ്സസ്. സോ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.